ഇപ്പൊ ഭയങ്കര തിരക്കാണ്. ധ്യാനിനാണ് ഇപ്പൊ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകളുള്ളത്. 10-31 സിനിമ ഓൾറെഡി ലൈൻഡ് അപ്പ് ആണെന്നൊക്കെ കേട്ടു. അങ്ങനെയാണോ? കാശിന് ആവശ്യമുള്ളതുകൊണ്ട് കാശിനാവശ്യമുണ്ട് എല്ലാത്തിന്റെ അഡ്വാൻസ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെയാണോ? ചെറുതായിട്ട്. ആണോ? ഞാൻ അറിഞ്ഞു ധ്യാനിനെ വീട്ടിലെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ ഒഴിവാക്കിയെന്ന്. അങ്ങനെ ചെയ്തോ ശരിക്കും? അല്ല ധ്യാന് എന്നെ ഒഴിവാക്കിയവനുണ്ട്, അവനെ ഇപ്പൊ ഒഴിവാക്കി. എന്നെ ഒഴിവാക്കിയ ഒരുത്തനുണ്ട്, അവനെ ഇപ്പൊ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് അവനെ ഒഴിവാക്കി. അതാരാണ്? എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. അവൻ വേറെ കേസ് കെട്ടൊക്കെ വന്നപ്പോ അവനെ ഒഴിവാക്കി. അതെ, എന്നെ അവൻ ഒഴിവാക്കി, അവനെല്ലാരും കൂടെ ഒഴിവാക്കി. ഏതായാലും നമുക്കിട്ട് മറ്റേ പൊട്ടനെ ചട്ടൻ, ചട്ടനെ പൊട്ടൻ അങ്ങനെ ഏതാണ്ട് പറയില്ലേ? പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും, അങ്ങനെ എന്തൊരു സാധനം ഇല്ലേ? കഥ പറയട്ടെ? പറ. ഈ കഥ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ച് കഷ്ടപ്പെട്ടത്. ഒരു കഥയും പറയുന്നില്ല, എല്ലാം വൺ വേർഡ് ആൻസേഴ്സ് പറഞ്ഞു. ഇനി കഥ പറ പ്ലീസ്. അത് നീ ഇത്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ? എന്ത് ചെയ്യാൻ പറ്റും? എവിടെയെങ്കിലും ഒക്കെ എനിക്കൊരു പോസ് വരുമ്പോഴത്തേക്ക് കേറി പറയണ്ടേ? പറയാം. ഞാൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ ആരോഗ്യം തടി കൂടുന്നതിന്റെ പ്രശ്നങ്ങളാണല്ലോ. തീർച്ചയായിട്ടും. തടി കൂടാൻ കാരണം എന്താ? ഡൈൻ വിത്ത് ലവും അവിടെ നിന്നൊക്കെ തിന്ന തീറ്റയൊക്കെ കൊണ്ടാണല്ലോ. ഞങ്ങൾ ആകെ ഒരു ഭക്ഷണം വാങ്ങിച്ചു തന്നാണോ ഇത്ര വലിയ തടി കൂട്ടിയത്? അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി കഴിച്ചത് കൊണ്ടുള്ള പ്രശ്നങ്ങളാ. വയറിന് ഗ്യാസ്ട്രോ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഭയങ്കര അസിഡിറ്റി പ്രശ്നം. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ പോയി. ആശുപത്രിയുടെ പേര് ഞാൻ പറയണില്ല. അവിടെ ഒരു ഈച്ചയും ഒരു മനുഷ്യനും ഇല്ല. അങ്ങനത്തെ ആശുപത്രി നോക്കി കണ്ടുപിടിച്ചു? അല്ലല്ല, ആ ഗാസ്ട്രോന്റെ ആ ഡിപ്പാർട്ട്മെന്റില് ഒരു മനുഷ്യനും ഇല്ല. ഞാൻ വരുമ്പം തന്നെ അയാള് മാത്രമേ ഉള്ളൂ, ഡോക്ടർ മാത്രമേ ഉള്ളൂ. ഞാൻ രാവിലെ ഒരു 8:30 മണിയാകുമ്പോ പോയി. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, വയറ്റില് ഇങ്ങനെ പ്രശ്നം വരുവാണെങ്കിൽ നമുക്കൊരു എൻഡോസ്കോപ്പി എടുത്തു നോക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എൻഡോസ്കോപ്പി എടുക്കാം. എൻഡോസ്കോപ്പി ഇതിനകത്ത് അതിനകത്തൂടെ ഒരു സാധനം ഇട്ടിട്ട് വയറ്റിനകത്ത് എന്തെങ്കിലും ക്യാമറ ഇട്ട് നോക്കുന്നു. അങ്ങനെ എൻഡോസ്കോപ്പി എടുക്കാൻ പോയപ്പോ അവിടെ എന്നെ കിടത്തിയപ്പോ ഇവരൊരു നേഴ്സ് വന്നിട്ട് എന്നോട് ചോദിച്ചു, മോന് ശ്വാസം മുട്ടലോ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് എനിക്കൊരു ശ്വാസം മുട്ടൽ, ഇത് ചോദിക്കുമ്പോഴും ശ്വാസം മുട്ടലുണ്ടാവല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു തോന്നലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും മോനെ, ഇവിടെ പൾമനോളജിസ്റ്റ് ഉണ്ട്, അയാളൊന്ന് കണ്ടേക്കെന്ന് പറഞ്ഞു. ഞാൻ ശരി എന്നാ പിന്നെ പൾമനോളജിസ്റ്റിനെ ഒന്ന് കണ്ടേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പൾമനോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോയി. അവിടെ പോസായി. അങ്ങനെ പൾമനോളജിസ്റ്റിന്റെ അടുത്ത് പോയപ്പോ പുള്ളി പറഞ്ഞു, ബ്രീത്തിങ് ട്രബിൾ ഉണ്ട് എന്നല്ലേ. നമ്മൾ ചെറിയ പുകവലിയൊക്കെ ഉള്ളതുകൊണ്ട് ബ്രീത്തിങ് ട്രബിൾ ഉണ്ട്. അപ്പൊ എനിക്ക് 3 സാധനം തന്നിട്ട് ഇതിലിങ്ങനെ നമ്മള് ഫൂ ഊതണം, മറ്റേ നമ്മുടെ കള്ളു പിടിച്ച ഊതുന്ന പോലത്തെ സാധനം. അതിങ്ങനെ ഒരു അരമണിക്കൂർ 10-15 മിനിറ്റോളം ഊതിച്ചു. ശേഷം പുള്ളിനോട് പറഞ്ഞു, അവൻ എന്തോ ചെറിയ ബ്രീത്തിങ് കൺജഷൻ ഉണ്ട്, ചെസ്റ്റിന്റെ എക്സ്റേ ഒന്ന് എടുത്തേക്കെന്ന് പറഞ്ഞു. ബ്ലഡും ഷുഗർ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്ക്. അങ്ങനെ ഞാൻ ചെസ്റ്റിന്റെ എക്സ്റേ എടുത്തു, ഇതെടുത്തു. ഇല്ല, അപ്പോഴേക്കെന്നെ നമ്മളറിയാവുന്നതുകൊണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേ കയറ്റി കൊണ്ടുപോയി. ഇത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും താഴെ ഇതൊക്കെ എടുത്ത് ഞാൻ ചെസ്റ്റിന്റെ എക്സ്റേക്ക് ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, ഒരു ചേച്ചി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു ഇതൊക്കെ ആയിട്ട് വന്നു, ടൂർ പാക്കേജ് പോലത്തെ ഒരു സാധനം. സർ, ഇവിടെ നമ്മൾ കാർഡിയോളജിന്റെ ഇതുണ്ട്, ഈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈക്കോ, TMT, ECG ഇങ്ങനത്തെ എല്ലാം ചെയ്യാം. അപ്പൊ ഇത് പാക്കേജാ. അങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ചേച്ചി എത്ര ഒരു പാക്കേജിനൊന്നുമില്ല മോനെ, ഒരു 6,000-7,000 രൂപയൊക്കെ ഉള്ളൂ, ഇത് മൊത്തം ചെയ്തേക്കാം. മോനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പൊ എനിക്കൊരു നെഞ്ചിനൊരു ചെറിയ വേദന. ഇതൊക്കെ എനിക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പല ഭയങ്കര കടുത്ത സംശയമുണ്ട്, ഇതൊക്കെ വെറുതെ തള്ളി. സത്യമായിട്ടും